പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജൂലൈ 23 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അലങ്കോലം പിടിച്ച കുടുംബങ്ങൾ, കോലാഹലപ്പെട്ട കുടുംബങ്ങൾ, തമ്മിൽ സ്പർദ്ധയുള്ളവരെ, കണ്ടാൽ എതിർക്കുന്നവരെ, പരസ്പരം തകർച്ച ആഗ്രഹിക്കുന്നവരെ, സ്വന്തം രക്തത്തിലുള്ളൊരു പോലും കേസിൽ കുടുക്കി പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ, പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെ യേശു ക്രിസ്തു നാമത്തിലെ യേശു വിശ്വസിക്കുന്നതിൻ്റെ ശക്തിയാൽ അതിൻ്റെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ തിന്മകളും അഴിഞ്ഞു മാറട്ടെ എന്ന് ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം കാണിച്ചു തരണമേ. കർത്താവ് പ്രാർത്ഥന, അതുപോലെ തന്നെ പ്രയാസങ്ങൾ എല്ലാം കടകോല് പോലെ കർത്താവെ ജീവിതത്തിൽ കടഞ്ഞുകൊണ്ട് കൃപയാകുന്ന വെണ്ണ തെളിക്കാൻ വേണ്ടി
ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ബോധത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ജോലി ചെയ്യുന്നവരെ ആശീർവദിക്കുന്നു, ജോലി തേടുന്നവരെ ആശീർവദിക്കുന്നു, ജോലി നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ പേര് സങ്കടപ്പെടുന്നവരെ ആശീർവദിക്കുന്നു, വിദേശങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോരാൻ വേണ്ടി ഗതികേട്ട് വരുന്നവരെ അത് അവിടെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാട്ടിലെ കടങ്ങളാലും ജോലിയില്ലാതെയും വിഷമിച്ചും ജോലിയില്ലാതെയും വിഷമിച്ചുമൊക്കെ അലയുകയും പ്രയാസപ്പെടുകയും മാസങ്ങളും ആയിട്ട് ആശുപത്രിയിൽ തന്നെ കഴിയുന്നവരുണ്ട് ഈശോയെ. രഹസ്യം പുറത്തു വരാൻ പറ്റുന്നില്ലെങ്കിലും തങ്ങൾ നോക്കുന്ന രോഗി എങ്ങനെ മരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന മാനുഷികമായ ബലഹീനതായ മക്കളുണ്ട് കർത്താവെ. അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെയുള്ള രോഗികൾ അവർ തന്നെ സ്വയം പ്രാകുന്നു കർത്താവെ, അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് സ്വയം പഴിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം ശക്തിപ്പെടുത്താൻ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന മറിയം, കന്യാസി മറിയം അമ്മയുടെ ശക്തിയാൽ നിങ്ങളെ ശക്തീകൃതനാകാൻ വേണ്ടി ഈശോ നാമത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവരെ, വീട് നഷ്ടപ്പെട്ടവരെ, സമാധാനം നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക തകർച്ച വന്നുപോയവരെ, എല്ലാ തരത്തിലും കുടുങ്ങിയിരിക്കുന്നവരെ എല്ലാം യേശുനാമത്തിൽ അഴിച്ചുവിടപ്പെടുകയും നിങ്ങൾ സന്ധിക്കപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ സർവ്വീശ്വരൻ നീക്കുവാമേ. അപ്പോൾ ഇന്നലെ നമ്മൾ ചൊവ്വാഴ്ച ജൂലൈ 22-ാം തീയതി ചൊവ്വാഴ്ച കണ്ടത് എന്താണ് സംഭവം? അതായത് ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കാൻ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 6:28-29. അപ്പോൾ അവർ ചോദിച്ചു അങ്ങോട്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതി അതാണ് കണ്ട. അതൊക്കെ ദൈവഹിതം എന്താ ഇഷ്ടം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു. യേശുവിന് റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പം ആരാണ് വിശ്വസിക്കേണ്ടത്? ദൈവം അയച്ചവനിലുള്ള വിശ്വാസമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അയച്ചവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്കൊരു ആശയപരമായ വിശ്വാസം ഉണ്ടാകാം, പക്ഷേ ദൈവത്തിന് സ്വീകാര്യമാകുന്നത് എപ്പോഴും കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്. ഇത് എപ്പോഴും ഒരു സീരിയസ് വിഷയമാണ്. നമുക്ക് ആകെപ്പാട് വിശ്വാസവും പ്രാർത്ഥനയും അറിയാൻ പാടുള്ളൂ. ഈ പ്രാർത്ഥന തന്നെ പലപ്പോഴും വോക്കലുണ്ട്, മെൻ്റലുണ്ട്, മെഡിറ്റേറ്റീവ് പ്രയറുണ്ട്. അത് ആണ് എല്ലാമെന്ന് അത് മാത്രം അറിയാവുന്നവർ ബാധിക്കുകയും ചെയ്യും. ഭയങ്കര ഗതികേടാണ്. ഇപ്പം മെൻ്റൽ പ്രയർ അറിയാവുന്നവർ പറയും ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം മെൻ്റൽ പ്രയറാണെന്ന് പറയും, മനന ധ്യാനം എന്ന് പറയും. വോക്കൽ പ്രയർ അറിയാവുന്നവർ പറയും വോക്കൽ പ്രയറാണ് ലോകത്തിലെ കാര്യം. അവർക്ക് അതേ അറിയാൻ പാടുള്ളത്. അതാണ് അവിടെ ആധ്യാത്മിക പാപ്പരത്വമാണ് പറയണത്. ശരിക്കും വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്ന് പറയണത് എന്താണ്? പ്രവൃത്തിയാണ്. പ്രാർത്ഥന പോലെ തന്നെ പ്രാർത്ഥന അതിൻ്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. പിന്നെന്താണ്? നീതീകരിക്കുന്നത് പ്രാർത്ഥന മൂലമല്ല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിൽ ഒന്നാണ് പ്രാർത്ഥന. പിന്നെ എന്താണ്? യേശുവിനെ കൈമാറുന്ന പ്രവർത്തനങ്ങളുണ്ട്. പ്രാർത്ഥന വെച്ചാൽ വല്ല പ്രവർത്തനമല്ലേ. വിശ്വാസ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് യേശുവിൻ്റെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ്. അപ്പം ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ഇല്ലേ, നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഐഡിയ ഒക്കെ കിട്ടണത്? രാവിലെ എഴുന്നേൽക്കണമെന്നും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇത് കേൾക്കേണ്ടത്. രാവിലെ കേൾക്കേണ്ടത് എന്തിനാണ്? അന്ന് അവരുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ കാര്യം? നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? വാഗ്ദാനങ്ങളുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. എന്താണ് വാഗ്ദാനം? നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അപ്പോൾ എൻ്റെ ജോലി എന്താണ്? അങ്ങനെ പറഞ്ഞ വാഗ്ദാനങ്ങളെ നിങ്ങളെ അനുസ്മരിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ ബോധത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ഓരോ ദിവസവും ജീവിച്ച് തീർക്കണത്. ആ വിശ്വാസം
ആ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതമാണ്. ജീവിതം പലർക്കും പല രീതിയിലാണല്ലോ. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടെന്ന് പറയണത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്.